ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈരൻ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെഡ്ഡിംഗ് ഷൂട്ട് നടക്കുന്ന, അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഷൂട്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രോപ്പർ കല്യാണത്തിന്റെ ഷൂട്ടിംഗ് അല്ല, വെഡ്ഡിംഗ് മോഡൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വെഡ്ഡിംഗ് മോഡൽ വീഡിയോഗ്രാഫി എന്ന് പറയുന്ന സംഭവം. അത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ആരെയാണെന്ന് അറിയാവൂ? രേണുസുധി എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. രേണുസുധി എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ അവര് മിമിക്രി കലാകാരൻ സുധിയുടെ ഭാര്യയാണെന്ന് പോലും പറയേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഏറ്റുവാങ്ങുന്ന, ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ഏറ്റുവാങ്ങുന്ന ഒരു മോഡൽ, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി മോഡലാണ് രേണുസുധി. ആഴ്ചക്കാണ് കല്യാണം നടന്നതെന്ന് പറഞ്ഞ് വീഡിയോ വരുന്നത്. എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. കല്യാണം, രേണുസുധി വിവാഹിതയായി, ഇതാ വരന്റെ ഒപ്പുള്ള ഫോട്ടോ കണ്ടോ. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം കൂടി അവരൊന്നും കൂടി വിവാഹിതയായിട്ടുണ്ട്. വിവാഹിതയെന്ന് പറയുന്നു, ആരും തെറ്റിദ്ധരിക്കുകയല്ല കേട്ടോ, നേരിട്ട് പച്ചക്ക് പറയാണ്. ഉടൻ തന്നെ ആളുകൾ പ്രതികരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ, ഒരു വിധവ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചില ആളുകൾ പ്രതികരിക്കുന്നു. അപ്പൊ തന്നെ നിലവിളി ശബ്ദമായിട്ട് രേണു ഒരു ഇന്റർവ്യൂവിൽ വരും. അതെന്താ, ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്കാരും ചെലവിന് തരുന്നില്ലല്ലോ, ഞാൻ എൻ്റെ ജീവിതമാർഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എന്ത് പണ്ടാരെങ്കിലും ചെയ്യും നിങ്ങൾ, ഇതിലൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതേപോലുള്ള അപരാധങ്ങൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പറയാം. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ആ വീഡിയോൻ്റെ അകത്ത് എന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. കാരണം നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കലാണല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. എന്നാലും ചില ടൈറ്റിലുകൾ വായിച്ചേപ്പിച്ച് തരാം. കാമുകനെ കണ്ടപ്പോൾ രേണുസുധിയുടെ അഭിനയം കണ്ടോ. ഒരു പയ്യനെതിരെ വരുന്ന സീൻ, എന്നിട്ടൊരു അമ്പലത്തിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒരു, അതും നാളെ ഇനി പറയാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുധിക്ക് കാമുകനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അതൊരു വെഡ്ഡിംഗ് ഷൂട്ടാണേ, ഞങ്ങൾ ആൾക്കാരെ പറ്റിച്ചതാണേ എന്ന് പറയും. ഇനി അടുത്തത്, വീണ്ടും വിവാഹം, രേണുവിന്റെ പുതിയ വിവാഹ ഫോട്ടോസ്. ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ഓൺലൈൻ ക്ലിക്ക് ബൈറ്റ് മീഡിയാസ് ആണ് കേട്ടോ, അല്ലാതെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ പ്രതികരിക്കുന്നവരോ ചെയ്യുന്നതല്ല. ഇവർ തന്നെ മനഃപൂർവ്വം ചെയ്യുന്നത്. വിവാഹം എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ പത്രത്തിൽ, ഇപ്പോഴുണ്ട് പത്രത്തിലൊക്കെ, ഇപ്പം നമ്മൾ പത്രത്തിൽ അങ്ങനെ പരസ്യങ്ങളധികം കാണാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരും. അപ്പോൾ വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു വിവാഹം എന്ന് പറയുന്ന മഞ്ഞ പെയിന്റിൽ, ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിൽ സംഭവം അടിച്ചു വെച്ച് വിവാഹം. അടുത്തത്, വിവാഹത്തിന് ശേഷം ഹണിമൂണിനെ കുറിച്ച് രേണു. അതും ഏതോ ഒരു ക്ലിക്ക് ബൈറ്റ് മീഡിയയാണ്. ഹണിമൂണിനെ കുറിച്ച് ചിന്തിക്കുന്ന വീഡിയോ, സംഭവം അതേ വെഡ്ഡിങ്ങിന്റെ ഫോട്ടോസ് തന്നെ. വേറൊരു ഫോട്ടോ, എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്, മനസ്സ് തുറന്ന്. അപ്പം നമ്മൾ എന്താ സംഭവം നോക്കുമല്ലോ, കല്യാണം കഴിഞ്ഞ ഫോട്ടോ, ഇപ്പോൾ സന്തോഷമായി, അതാ സുധി മരിച്ചതിന് ശേഷം വിധവയായ രേണുസുധി തനിക്ക് പറ്റിയൊരാളെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അവർ സന്തോഷ പുളകിതയായി നിൽക്കുകയാണ്, ധൃതംഗ പുളകിതയായി നിൽക്കുകയാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ആൾക്കാരെ പറ്റിക്കും. അതിനടുത്തത്, അമ്പലത്തിൽ കല്യാണപ്പയ്യന്റെ കൈ പിടിച്ച് രേണുസുധി. ഇതേ ഫോട്ടോയ്ക്ക് തന്നെ പല ഫോട്ടോസ് ഇട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽസ് ആണ് കേട്ടോ. വേറെ ഒരെണ്ണം, വിവാഹശേഷം ആരാധനെ കാണിക്കാൻ ചെണ്ടകൊട്ടി, സത്യം. ഇതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു ടൈറ്റിൽ കമന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. എല്ലാ വിവാഹ ഫോട്ടോഷൂട്ടും കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ചെണ്ടോട്ട് എറിയിക്കും, എൻ്റെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ രേണുസുധിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെണ്ടോട്ട് എറിയിക്കും. ചെണ്ടോട്ടായിട്ട് ആൾക്കാർ ഓടിച്ചെന്ന ആൾക്കാർ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫ്രെയിം വർക്കിൽ വിധവകൾ നിൽക്കുന്ന ആൾക്കാർ പ്രതികരിക്കും. അപ്പോൾ തന്നെ രേണുസുധി കരഞ്ഞുകൊണ്ടിറങ്ങുന്ന അടുത്ത വീഡിയോയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രേണുസുധി പ്രതികരിക്കുന്നു, എനിക്ക് വിമർശനങ്ങളൊന്നും പ്രശ്നമല്ല, എന്നെ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, ഇവരാരും എനിക്ക് ചെലവിന് തരുന്നില്ല. ഈ ചെലവിന് തരില്ല എന്ന് പറയുന്നതാണ് മെയിൻ ടൈറ്റിൽ. പിന്നെ വേറെ ഒന്നുണ്ട്, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി, സുധിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒരു സംശയം ചോദിക്കുകയാണ് കേട്ടോ. എന്താണ് ഒരു വെഡ്ഡിംഗ് മോഡൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയുടെ ഉദ്ദേശം? വെഡ്ഡിംഗ് മോഡലിംഗ് ഫോട്ടോഗ്രാഫി, വെഡ്ഡിംഗ് മോഡലിംഗ് വീഡിയോഗ്രാഫി, ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? 4 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്തിരുന്നവർക്ക് അവരുടെ ആ ഒരു സർവീസ് പ്രൊമോട്ട് ചെയ്യണം. 2, ഈ വെഡ്ഡിംഗ് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂം മേക്കപ്പ് ചെയ്യുന്നവർക്ക് അവരുടെ സർവീസ് പ്രൊമോട്ട് ചെയ്യണം. 3, ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നവർ, വെഡ്ഡിംഗ് ഫോട്ടോസിന് വേണ്ടി കോസ്റ്റ്യൂം ചെയ്യുന്നവർ അല്ലെങ്കിൽ കോസ്റ്റ്യൂമർ, അവരുടെ സർവീസ് പ്രൊമോട്ട് ചെയ്യണം. 4, ഇതിൽ അഭിനയിക്കുന്നവർ അവരുടെ മോഡലിംഗ് കേപ്പബിലിറ്റി അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതാണല്ലോ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. ആരെങ്കിലും രേണുസുധിയുടെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി കണ്ടിട്ട്, അല്ലെങ്കിൽ വെഡ്ഡിംഗ് മോഡലിംഗ് ഫോട്ടോഗ്രാഫി കണ്ടിട്ട്, കൊള്ളാലോ, നമുക്ക് രേണുസുധിയുടെ മേക്കപ്പ് മാനെ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് 1-2 സുഹൃത്തുക്കളോട് ചോദിച്ചു, ഈ വീഡിയോ കാണുന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും രേണുസുധിയുടെ വെഡ്ഡിംഗ് മോഡലിംഗ് ഫോട്ടോഗ്രാഫി കണ്ടിട്ട് രേണുസുധിയെ മേക്കപ്പ് ചെയ്ത ആർട്ടിസ്റ്റിനെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഈവൻസ് വരുമ്പോൾ അവരുടെ സർവീസ് ഉപയോഗിക്കണമെന്ന് തോന്നാറുണ്ടോ? മറുപടി അയ്യേ എന്നായിരുന്നു. 100% മറുപടിയാണ് കേട്ടോ. ഒരാൾ പോലും യെസ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. 100% അയ്യേ എന്നാണ് പറഞ്ഞത്. കാരണം അവരെന്ത് ചെയ്യുന്നു അവരുടെ ഇഷ്ടമാണ്, പക്ഷെ ചെയ്യുന്ന കാര്യം
പരമ ബോറാണ്. ചെയ്യുന്നത് അവരുടെ ഇഷ്ടം. അവർക്ക് മോഡലിംഗ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യാം, ആടാം, പാടാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ ചെയ്യുന്നത് പരമ ബോറാണ് എന്നുള്ള കാര്യം. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, രേണുസുധിയുടെ ആ മോഡലിംഗ് കണ്ടതിന് ശേഷം ഞങ്ങൾ അവരുടെ സർവീസ്, രേണുസുധിയുടെതല്ല, രേണുസുധിയെ മേക്കപ്പ് ചെയ്ത ആളുടെ സർവീസ് എടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു, കുഴപ്പമില്ല. അതേപോലെ ഈ ഫോട്ടോഷൂട്ട് ചെയ്ത ആളുടെ സർവീസ് ഉപയോഗിക്കാമെന്നോ, കോസ്റ്റ്യൂം ചെയ്ത ആളുടെ സർവീസ് ഉപയോഗിക്കാമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി രേണുസുധിയെ മോഡലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാമെന്നോ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവരെ മോഡലായിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഓൺലൈൻ മീഡിയസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ മീഡിയയിൽ വ്യൂവർഷിപ്പാണ് പ്രധാനം. അതുകൊണ്ട് അവരിവരുടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇടുന്നു. ഇവർക്കറിയാം എറിയാനുള്ള കല്ല് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഈ ഓൺലൈൻ മീഡിയസ് മാത്രമാണ് ഇത്തരം കല്ലുകൾ എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 കല്ലുകൾ എറിയാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെടുത്ത് ആൾക്കാർ എറിയുന്നു. ഉടൻ തന്നെ എറിയുന്നത് അയ്യോ എന്നെ ആൾക്കാർ കല്ല് എറിയുന്നതെന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങുന്നു. ജഗതി പറയുന്നല്ല, ആ നിലവിളി ശബ്ദം ഇടൂ. ഇതങ്ങനെ കഴിഞ്ഞ ഉടൻ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയും, രേണു ആ നിലവിളി ശബ്ദം ഇടൂ എന്ന് പറയുന്നു. രേണു അടുത്ത ഇന്റർവ്യൂവിൽ ആ നിലവിളി ശബ്ദം ഇടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ 0% ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇപ്പോൾ വിഷുവിൻ്റെ സമയത്ത് 1-2 ട്രോൾ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും രേണുസുധി എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ഏത് ഡ്രസ്സ് വേണേലും ഇടാം. സംഭവം ബോറാണോ ബോറല്ലേ എന്നുള്ളത് അത് വേറൊരു കാര്യം. പക്ഷെ അവർക്ക് ഇടാം. നാളെ അവർ 2 പീസിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ പോസ് ചെയ്തു, മോഡലിംഗ് ചെയ്തു, ഒരു വിഷയമില്ല. രസ്മ സീരീസിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർക്കത് ചെയ്യാം. നമ്മൾക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഇനി ചെയ്യുന്ന കാര്യം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോറാണെന്ന് പറയേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ചിലവ് വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച സിനിമകൾ മോശമാണെങ്കിൽ നമ്മൾ മോശമാണെന്ന് പറയും. മോഹൻലാലും മമ്മൂട്ടിക്ക് നമ്മൾ ചിലവിന് കൊടുത്തിട്ടാണോ മോശമാണെന്ന് പറയുന്നത്, അവർ വിമർശിക്കുന്നത്? സച്ചിൻ ടെണ്ടുൽക്കർ പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞിട്ടായിരുന്നു, സച്ചിൻ അദ്ദേഹത്തിന്റെ 50ാമത്തെ വയസ്സിൽ കളിക്കാൻ പോകുന്ന ഒരു സ്ട്രേറ്റ് ഡൈവ്, അല്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ കളിക്കാൻ പോകുന്ന ഒരു സ്ട്രേറ്റ് ഡൈവ് ആയ കാലത്ത് കളിക്കാൻ പറ്റുമെന്ന് ചോദ്യം. ഇപ്പം മാസ്റ്റേഴ്സ് ടൂർണമെന്റ് വന്ന സമയത്ത് നമ്മൾ കണ്ടു സച്ചിൻ്റെയൊക്കെ ബാറ്റിംഗ്, ആ സ്ട്രോക്കിന്റെ പെർഫെക്ഷൻ. പക്ഷേ സച്ചിൻ മോശമായിട്ട് ബാറ്റ് ചെയ്തപ്പോൾ നമ്മൾ സച്ചിനെ വിമർശിച്ചിട്ടില്ലേ? നമ്മൾ സച്ചിന് ചെലവിന് കൊടുത്തിട്ടാണ് വിമർശിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിൽ ഒരാളായിരുന്നു റൊണാൾഡോ. ഇപ്പോഴത്തെ CR7 റൊണാൾഡോ അല്ല, പണ്ട് ബ്രസീലിന്റെ കളിക്കാരായിരുന്നു, റയൽ മാഡ്രിഡിന്റെ കളിക്കാനായിരുന്നു റൊണാൾഡോ. ഫോർവേഡ് സ്ട്രൈക്കർ ആയിരുന്നു. അദ്ദേഹത്തിന് റയൽ മാഡ്രിഡ് 1 വർഷം കൊടുക്കുന്ന 1 വർഷം എഗ്രിമെന്റ് ചെയ്യുന്ന തുക ഞാനടക്കം ഒരു 2-3 തലമുറ സമ്പാദിച്ചിട്ടുള്ള പൈസ കൂട്ടി വെച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ പുള്ളിക്ക് ആ പണം കൊടുത്തിട്ടാണോ നമ്മൾ പുള്ളിയെ വിമർശിച്ചിരുന്നത്? ഏർലി 2000 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഗോൾ പോസ്റ്റിനകത്ത് പെട്ടിക്കടയിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിന് നമ്മൾ റൊണാൾഡോയ്ക്ക് ചെലവിന് കൊടുത്തിട്ടുണ്ടോ? ആർക്കും ചെലവിന് കൊടുക്കണ്ട. ചെയ്യുന്ന പരിപാടി ബോറാണെന്ന് പറയാൻ ഒരാളും ചെലവിന് തരേണ്ട ആവശ്യമൊന്നുമില്ല. ബോറാണെന്ന് പറഞ്ഞത് ബോറാണ്. പിന്നെ നിങ്ങൾക്ക് വിക്ടിം കാർഡ് ഇറക്കി കളിക്കാം, നിരന്തരം വിക്ടിം കാർഡ് ഇറക്കാം. അയ്യോ ഒരു വിധവ ഇങ്ങനെ പറയാമോ, എനിക്ക് കുഴപ്പമില്ല, എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാനത് കേട്ട് പഠിച്ചു, എന്നിട്ട് അടുത്ത തവണ അതേ പരിപാടി തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആകെയുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് റേഞ്ചാണ്. അത് പോകെ ആളുകൾ വിട്ടു തുടങ്ങിയപ്പോൾ ഈ ആറട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, തൊപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർ അല്ലേ, അവരൊരു പാരലൽ വേൾഡിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം ആദ്യമൊക്കെ നമ്മൾ അവരെന്തെങ്കിലും കാണിച്ചു കൂട്ടുമ്പോൾ അതൊരു ചർച്ചാ വിഷയം. ഇപ്പം ഈ ഇടയ്ക്ക് ആറട്ടണ്ണൻ അറസ്റ്റിലായി. അതുപോലും ഞാൻ എങ്ങും കണ്ടില്ല. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ചെയ്തിട്ടും കണ്ടിട്ടില്ല. ഞാൻ കാണുന്നവരോട്ടോ ചെയ്തിട്ട് കണ്ടില്ല. കാരണം അവരൊക്കെ ഒരു പാരലൽ വേൾഡിലേക്ക് പോയി, വിമർശനത്തിന് പോലും അർഹരല്ല എന്ന അവസ്ഥയിലേക്ക് പോയി. രേണുസുധിയും താമസിയാതെ അങ്ങനെയാകും. ഈ നെഗറ്റീവ് റീച്ച് എത്ര കാലമൊന്നും അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു സംഭവം കൊണ്ട് ഒരു ബിസിനസ്, വെഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സംഭവത്തിന്റെ ബിഹൈൻഡ് റിയൽ ബിസിനസ് എന്ന് പറയുന്നത് കോസ്റ്റ്യൂമിങ്, മേക്കപ്പിംഗ്, മോഡലിംഗ്, വെഡിങ് ഫോട്ടോഗ്രാഫി, ഈ 4 കാര്യങ്ങൾക്കും ഗുണമുള്ള രീതിയിലൊക്കെ അത് പോകണം. അതല്ലാതെ ഓൺലൈൻ മീഡിയാസിന്റെ റീച്ച് കൂട്ടാനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളും താമസിയാതെ ഒരു പാരലൽ വേൾഡിലേക്ക് ഒതുങ്ങാനുള്ള സാഹചര്യം അത്രയും നല്ല. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അനന്തുവിന്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ലൈഫ് ഓഫ് അനന്തുവിന്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു വിഷയമാണ് കേട്ടോ. ഇവരൊരു ആൽബം ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് റോഡിൽ നിന്ന് പേക്കുത്ത് കാണിക്കുന്നു. സീരിയസ്ലി അത് പേക്കുത്താണ് കേട്ടോ. നല്ലൊരു ഡാൻസ് ആണെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അത് നിങ്ങൾ ചെയ്യുന്നതിൽ എനിക്കൊന്നും പറയാനില്ല, പക്ഷെ ചെയ്തത് പേക്കുത്താണെന്ന് അതിനകത്ത് അനന്തു എഴുതിയിരിക്കുന്ന കാര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. കൃത്യമായിട്ടും പേക്കുത്തായിരുന്നത്. അപ്പോൾ ഒരു ബൈക്കിന് പോകുന്ന ആള് ഇറങ്ങിപ്പോടോന്ന്, മാറിപ്പോടേന്ന്, നിർത്തിപ്പോടേ എന്നൊക്കെ എന്തോ പറയുന്നുണ്ട്, ഓർക്കുന്നില്ല എന്താ പറഞ്ഞത്. എന്തായാലും അവിടെ നിന്ന് ഒഴിഞ്ഞു തരുമോ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സീരിയസ്ലി നിങ്ങൾ ചെയ്തിരിക്കുന്ന കറക്റ്റ് റെട്രോസ്പെക്ഷനാണത്. നിങ്ങളെക്കുറിച്ച് നാട്ടുകാർക്കുള്ള ഒരു ബോധ്യമാണ് കൃത്യമായിട്ട് ആ വീഡിയോയിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.